നമസ്കാരം, ടെക് ഹെൽപ്പ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് CamScanner എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ആദ്യമായി CamScanner എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. അതിനായി നമ്മൾ പോകേണ്ടത് പ്ലേ സ്റ്റോറിലേക്കാണ്. ഇപ്പോൾ പ്ലേ സ്റ്റോറിൻ്റെ ആപ്ലിക്കേഷൻ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ട്. പ്ലേ സ്റ്റോറിൽ ഞാൻ ടച്ച് ചെയ്തിരിക്കുകയാണ്. ഇനി സെർച്ച് ഫോർ ആപ്സ് എന്ന ടോപ്പിലുണ്ട്. അപ്പോൾ സെർച്ച് ഫോർ ആപ്സിൽ ഞാൻ CamScanner എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ CamScanner ഇതാ വന്നിരിക്കുകയാണ്. ഞാൻ സെർച്ചിൽ അമർത്തുകയാണ്. ഇനി കുറേ ആപ്ലിക്കേഷൻസ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. അഡോബ് സ്കാൻ, CamScanner അഡ്വാൻസ്, അങ്ങനെ കുറേ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഒറിജിനലായിട്ടുള്ള CamScanner എന്നുള്ള ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 3.3 റേറ്റിംഗ് കൊടുത്തിട്ടുള്ള ഈ ചെറിയൊരു ആപ്ലിക്കേഷനാണ്. 13 MB ഉള്ളത്. ബാക്കിയുള്ളത് മിക്കതും വലുതാണ്, എല്ലാമല്ല. പക്ഷേ എന്നാലും ഈ ആപ്ലിക്കേഷനാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ CamScanner ഞാൻ തുറക്കുകയാണ്. ഞാൻ ഇൻസ്റ്റാളിൽ ഞെക്കുകയാണ്. ഈ ആപ്ലിക്കേഷൻ എന്തിനാണ് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് പലർക്കും ഒരു ചോദ്യം വരുന്നുണ്ടാവും. ഈ ആപ്ലിക്കേഷൻ വളരെയധികം നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉത്തരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പേപ്പറുകൾ നിങ്ങൾ എഴുതിയിരിക്കുന്നു. അതെല്ലാം ഓരോന്നോരോന്നായി എടുത്ത് അയക്കുന്നതിന് പകരം ഒരുമിച്ചാക്കുവാനായിട്ട് ഇത് വളരെയധികം സഹായിക്കും. ഒരൊറ്റ ഡോക്യുമെൻ്റ് ആക്കുവാൻ, PDF ഡോക്യുമെൻ്റ് ആക്കുവാൻ ഇത് സഹായിക്കും. ഇപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിത് തുറന്നു നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് PDF എന്നുള്ള ഓപ്ഷനുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ കുറച്ച് ഐക്കൺസ് നിങ്ങൾക്ക് കാണാം. ഒരു സ്ക്വയറിൽ, പിന്നെ സ്ക്വയറിൻ്റെ അകത്തൊരു പ്ലസ് സിമ്പിൾ, പിന്നെ ഒരു ക്യാമറയുടെ മുകളിലൊരു പ്ലസ് സിമ്പിൾ. ഈ ക്യാമറ തന്നെ തുറക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് ചോദിക്കുന്നുണ്ട്, അലൗ CamScanner ടു ടേക്ക് ഫോട്ടോസ് ആൻഡ് റെക്കോർഡ് വീഡിയോ. ദയവായി അലൗ ചെയ്യുക. അലൗ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ക്യാമറ തുറന്നു വന്നിരിക്കുകയാണ്. എൻ്റെ കീബോർഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിനി കുറച്ച് ഫോട്ടോസാണ് എടുക്കാൻ പോകുന്നത്, കുറച്ച് നോട്ട്സിൻ്റെ ഫോട്ടോസ്. ഞാനൊരു പുസ്തകം ഇപ്പോൾ എടുക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കുന്നത് നിങ്ങൾക്ക് കാണാം. നല്ല ലൈറ്റുള്ള കണ്ടീഷനിൽ വെച്ച് തന്നെ നിങ്ങൾ ഫോട്ടോസ് എടുക്കുക. ഇങ്ങനെ ക്ലിയർ ആയിട്ട് തന്നെ ഫോട്ടോസ് എടുക്കുക. ഇതിപ്പോൾ ഒരു മാത്തമാറ്റിക്സ് ആണ്. ഞാൻ അത് കഴിഞ്ഞിട്ട് ടിക്ക് സെലക്ട് ചെയ്തു. ആ ടിക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ വീണ്ടും ഞാനൊരു ഫോട്ടോ ആഡ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ സെയിം പേജ് അല്ലെങ്കിൽ അടുത്ത പേജ് എനിക്ക് എടുക്കാം. അടുത്ത പേജ് പോവുകയാണ്. ഇപ്പോൾ രണ്ടാമത്തെ ഫോട്ടോ ഞാൻ എടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് മുമ്പിൽ കാണാൻ രണ്ടാമത്തെ ഫോട്ടോ ഞാൻ എടുത്തു. ഇപ്പോൾ 2 ഫോട്ടോസ് ഇവിടെ കാണുന്നുണ്ട്. ഇനി നമ്മൾ തൊടേണ്ടത് ജനറേറ്റ് PDF എന്ന ഓപ്ഷനാണ്. അവിടെ ഞെക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് സ്ഥലത്തേക്കാണ് സേവ് ചെയ്യേണ്ടത് അത് ആ സ്ഥലം കണ്ടുപിടിച്ച് സേവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെയുള്ള യുവർ PDF ഹാസ് ബീൻ സക്സസ്ഫുള്ളി സേവ്ഡ് എന്നുള്ള മെസ്സേജ് വരുന്നതായിരിക്കും. ഇനി ആപ്ലിക്കേഷൻസിലേക്ക് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ റീസെൻറ്റ് ഫയൽസ് നിങ്ങളെടുത്ത 2 പിക്ചേഴ്സ് കാണാം. അതിനുശേഷം നിങ്ങൾക്ക് ഹിസ്റ്ററി എന്നുള്ള ടാബിൽ പോകുമ്പോൾ നിങ്ങളിപ്പോൾ ഉണ്ടാക്കിയ PDF കാണാൻ സാധിക്കുന്നതാണ്. PDF ഞാനത് തുറക്കുകയാണ്. WPS ഓഫീസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഞാൻ തുറക്കുകയാണ്. നിങ്ങൾക്കെല്ലാവരും കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുക 2 ഫോട്ടോസും ഒരൊറ്റ ഫയലിൽ ആയിരിക്കുകയാണ്. ഇപ്പോൾ ഇതുപോലെ തന്നെ ഫോട്ടോസ് എടുത്തതിന് ശേഷം ഒരൊറ്റ ഫയലാക്കാൻ സാധിക്കും. അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ആക്കി കഴിഞ്ഞ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം. എക്സാംസിനും അതുപോലത്തെ അസൈൻമെൻറ്റ്സൊക്കെ അപ്ലോഡ് ചെയ്യാൻ നേരത്ത് ഓരോരോ ഫോട്ടോസ് എടുത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിന് പകരം ഒരൊറ്റ ഫയലാക്കുക ഇതുപോലെ. എന്നിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് സേവ് ചെയ്യുന്നത് നിങ്ങൾക്ക് പേരൊക്കെ മാറ്റി നിങ്ങൾ സേവ് ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള പേര്, അല്ലെങ്കിൽ യൂണിറ്റ് ടെസ്റ്റ് ആണെങ്കിൽ യൂണിറ്റ് ടെസ്റ്റ്, അല്ലെങ്കിൽ പീരിയോഡിക് ടെസ്റ്റ് ഓർ ടെർമിനൽ എക്സാം, അങ്ങനെ പേര് കൊടുത്ത് സേവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് എളുപ്പം. ആ സബ്ജക്റ്റിൻ്റെ പേരോടുകൂടി നിങ്ങളുടെ കയ്യിൽ റെക്കോർഡ് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്കത് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നിങ്ങളുടെ സ്റ്റോറേജിൽ നിന്ന് നിങ്ങൾക്കത് അയക്കുവാനും സാധിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടെക് ഹെൽപ്പ് വീഡിയോസ്. ഇതുപോലത്തെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പേരും നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും വെച്ച് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.